ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ചീപ്പായിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതും എഫക്റ്റീവായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ഫയർ സെൻസിങ് അലാറം അല്ലെങ്കിൽ ഫ്ലെയിം സെൻസിങ് അലാറമാണ്. നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡ്യൂളാണ്. ഇതിനകത്ത് ഒരു ഫോട്ടോ ഡയോഡും പിന്നെ അതിൻ്റെ സെൻസിങ് സർക്യൂട്ട് എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് അനലോഗ് ഔട്ടും ഉണ്ട്, ഡിജിറ്റൽ ഔട്ടും ഉണ്ട്. ഇതിൻ്റെ പിൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ പിൻ എന്ന് പറഞ്ഞാൽ VCC 3.3 to 5 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ പിൻ ഗ്രൗണ്ടാണ്, മൂന്നാമത്തെ പിൻ ഡിജിറ്റൽ ഔട്ട്, നാലാമത്തെ പിൻ അനലോഗ് ഔട്ട്പുട്ടാണ്. പിന്നെ ഇതിനകത്ത് രണ്ട് LED അവൈലബിൾ ആണ്, പവർ LEDയും ഡിജിറ്റൽ ഔട്ട് LEDയും. പിന്നെ ഈ ഡിജിറ്റൽ LEDയുടെ പ്രത്യേകത ഫ്ലെയിം സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ LED കത്തും. പിന്നെ നമ്മൾ ഈ മോഡ്യൂള് ഡയറക്റ്റായിട്ട് സോൾഡർ ഒന്നും ചെയ്യില്ല. ഇതുപോലത്തെ മോഡ്യൂളൊന്നും ഒരിക്കലും ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു ഫീമെയിൽ സോക്കറ്റ് വേണം യൂസ് ചെയ്യാൻ. ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന 40 പിന്നുള്ള ഒരു ഇതേപോലത്തെ ഒരു സോക്കറ്റ് ഇതിന് 20 രൂപ 30 രൂപ എന്തേ ഉള്ളൂ വില. അതിനെ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കും. പിന്നെ കട്ട് ചെയ്യുമ്പം 1-2 പിന്നൊക്കെ ഇളകി പോകും. കാരണം വെച്ചാൽ ഇത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലല്ല അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ബിസിനസ് തന്നെ. കാരണം കട്ട് ചെയ്യുമ്പോൾ ഒരു പിന്നൊക്കെ ഇളകി അങ്ങ് പോകും. എന്നിട്ട് ആവശ്യമുള്ള പിന്ന് വെച്ച് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഈ ഫയർ സെൻസിങ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ സാധനം ചീപ്പായിട്ട് എല്ലായിടത്തും കിട്ടും. ഓൺലൈനായിട്ടും കിട്ടും, ഓഫ്ലൈനായിട്ടും കിട്ടും, ലോക്കൽ മാർക്കറ്റിലും കിട്ടും. പിന്നെ ഉള്ളത് ഓൺലൈനായിട്ടാണെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കുമ്പം വില കുറച്ച് കിട്ടും. ഒരു 10-12 മോഡ്യൂളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടും. പിന്നെ ഇതിന് അപ്പം വിചാരിക്കും എന്തിനാണ് ഈ 10-12? നമുക്ക് 10-12 മോഡ്യൂളിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഒരു റൂമിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു LED പോരെ, ഫോട്ടോ ഡയോഡ് കൂടുതൽ വേണ്ടി വരും. എന്തിനാന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ ഡയോഡ് ഒരു ഫോട്ടോ ഡയോഡിന് 60 ഡിഗ്രി ആംഗിളിലുള്ള ഫ്ലെയിമിനെ മാത്രമേ സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ ഒരു റൂം എന്ന് പറഞ്ഞാൽ ഏകദേശം 360 ഡിഗ്രിയിൽ ഉള്ളതാണ്. അപ്പം നമ്മളെന്ന് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ ഫോട്ടോ ഡയോഡ്സ് കണക്ട് ചെയ്തിട്ട് അതിനെ ഒരു ഒറ്റ സെൻസിങ് സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഇതിനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം അലാറമായിട്ട് കണക്ട് ചെയ്യാം. ഞാനിതിന് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു പവർ ബാങ്കാണ്. ഇതൊരു 6000 mAh ഒരു പവർ ബാങ്കാണ്. 6000 ഒരു 5000 mAh ഒരു പവർ ബാങ്കാണ്. ഇതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടാം എങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇല്ലാത്ത ഒരു സാധനമാണ്, നോർമൽ ചാർജിങ്ങിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതേപോലത്തെ ആവശ്യങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. മൊബൈലിൽ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം. നോക്കണം, ഡിജിറ്റൽ LED നോക്കണം കത്തുന്നത്. കണ്ടാ ഇത് കണ്ടാ ഫ്ലെയിം ഇത്തിരി നല്ല റേഞ്ചും ഉണ്ട്. പിന്നെ ഫ്ലെയിം സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കത്തും, ഫ്ലെയിം അണഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് അണയും. അപ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് ഒരു ടൈമറിൽ കണക്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ടൈമർ കണക്ട് ചെയ്യുന്നില്ല, അതിന് പകരം ഒരു ബസറിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിനെ ഒന്ന് കാലിബ്രേറ്റ് ചെയ്തും എടുക്കേണ്ടതുണ്ട്. ആ കാലിബ്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം കാലിബ്രേറ്റ് ചെയ്താലേ നല്ല റേഞ്ച് കിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ഒരു ബസറുമായിട്ട് കണക്ട് ചെയ്യാം. കാരണം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു BC 557 ട്രാൻസിസ്റ്ററാണ്. BC 557 എന്ന് പറഞ്ഞാൽ ഒരു PNP ട്രാൻസിസ്റ്ററാണ്. എന്തുകൊണ്ടാണ് നമ്മൾ BC 5 ഒരു PNP ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ഔട്ട് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ലോ സാധനമാണ്. ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ഫയർ സെൻസ് ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്പുട്ട് ലോ ആവും, ഹൈ ആയിട്ട് നിൽക്കുന്നത് ലോ ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഇത് കത്തിക്കണമെങ്കിൽ ഒരു PNP ട്രാൻസിസ്റ്റർ, ഒരു നെഗറ്റീവ് കൺട്രോളുള്ള ഒരു ട്രാൻസിസ്റ്റർ വേണം യൂസ് ചെയ്യാൻ. PNP ട്രാൻസിസ്റ്റർ നെഗറ്റീവ് കൺട്രോൾഡാണ്. NPN ട്രാൻസിസ്റ്റർ പോസിറ്റീവ് കൺട്രോളായിട്ട്, അത് ബേസിൽ പോസിറ്റീവ് കൊടുത്താൽ വർക്ക് ചെയ്യുന്നതാണ് NPN. PNP ആണെങ്കിൽ ബേസിൽ ഒരു നെഗറ്റീവ് കറണ്ട് കൊടുക്കുമ്പോഴാണ്, വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് അവൻ ഓൺ ആവുന്നത്. അപ്പോൾ നമ്മളൊരു BC 557 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ആണ് ഇതിന് ഒരു LED, ഒരു ബസറിനെ, നോട്ട് LED ഒരു ബസറിനെ സ്വിച്ച് ചെയ്യുന്നത്. നോർമലി നമ്മളിത് എങ്ങനെ കണക്ട് ചെയ്യുക വെച്ചാൽ ഒരു 3-4 സെൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഇതപ്പോഴത്തെ ഫയർ സെൻസേഴ്സ് ഒരു റൂമിൽ എല്ലാ ഭാഗത്തും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് നേരെ അലാറത്തിലോട്ട് കൊടുക്കുന്നത്. കാരണം 3-4 സെൻസേഴ്സ് കാണും ഒരു റൂമിനെ മൊത്തത്തിൽ സെൻസ് ചെയ്യാൻ വേണ്ടി. മാത്രമല്ല നിങ്ങൾ ഈ സാധനത്തെ എടുത്ത് അടുക്കളയിലൊന്നും കൊണ്ട് ഫിറ്റ് ചെയ്ത് കളയില്ല. കാരണം അടുക്കളയിൽ നിങ്ങളുടെ കിച്ചണിലെ അടുക്കളയിലോ എല്ലാം കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ നിലവിളിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് കളയില്ല. അപ്പോൾ അവിടെയൊക്കെ പറ്റിയത് ഈ തെർമൽ, അതായത് ഹീറ്റ് സെൻസേഴ്സാണ്. അതായത് ഇത് ഹീറ്റ് സെൻസർ അല്ല, ഒരു ഫ്ലെയിം സെൻസറാണ്. അതായത് ഒരു വേവ് ലെങ്ത്, അതായത് ഹീറ്റ് ഒരു വേവ് ലെങ്ത് ആണല്ലോ. അപ്പോൾ ആ വേവ് ലെങ്തിലുള്ള സിഗ്നൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മിക്കവാറുമൊക്കെ ഇൻഫ്രാറെഡ് റീജിയനിലുള്ള സിഗ്നലിനെയാണ് ഇവൻ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുന്നത്. അപ്പം നമുക്ക് കിച്ചണിലെല്ലാം വെക്കുന്നത് ഹീറ്റ് സെൻസേഴ്സാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഇതിന് മുകളിൽ ടെമ്പറേച്ചർ കയറുമ്പം സെൻസ് ചെയ്യുന്നതാണ് കിച്ചണിലേക്ക് വെക്കാൻ ബെസ്റ്റ് സാധനം.
പിന്നെ നിങ്ങൾക്ക് ഈ സർക്യൂട്ടിനെ കുറിച്ചോ വീഡിയോയെക്കുറിച്ചോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനലിനെ കുറിച്ചോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാനത് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയറും ചെയ്ത് കൊടുക്കണേ. ഞാൻ സർക്യൂട്ട് ഡയഗ്രാം ഈ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. പിന്നെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഫ്ലെയിം സെൻസ് ചെയ്യുമ്പം ബസർ കേൾക്കും, അത് കഴിയുമ്പം ഓഫ് ആവും. പക്ഷേ നിങ്ങൾ വീട്ടിലൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടൈമർ കണക്ട് ചെയ്യണം. ടൈമർ തന്നെ വേണമെന്നില്ല, ഒരു സ്വിച്ചിങ് സർക്യൂട്ട് കണക്ട് ചെയ്യുക. സ്വിച്ചിങ് സർക്യൂട്ട് എന്ന് വെച്ചാൽ ബൈസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്വിച്ചിങ് സർക്യൂട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. അതായത് 2 ടൈപ്പിൽ സ്വിച്ചിങ് സർക്യൂട്ട്. അതായത് ഒരു ഫ്ലെയിം സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അലാറം കേൾക്കും, അത് കഴിഞ്ഞിട്ട് തനിയെ ഓഫ് ആവും. അങ്ങനെ ഉള്ളതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് വെച്ചാൽ ഒരു ഫ്ലെയിം സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അലാറം കേട്ടിട്ട് നമ്മൾ മാനുവലായിട്ട് ചെന്ന് ഓഫ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു സാധനമാണ് ഏറ്റവും ബെസ്റ്റ്. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാനിത് ടെസ്റ്റിങ്ങിന് ആണ് യൂസ് ചെയ്യുമ്പം ഞാൻ ഈ മൊബൈൽ ചാർജറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ പഴയ ഒരു മൊബൈലിൻ്റെ ഒരു ചാർജറാണ് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ആ ചാർജറിൻ്റെ ലോ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു 1 ആംപിയറോ 2 ആംപിയർ എന്തേ ഉള്ളൂ. ചെറിയ മൊബൈലിൻ്റെ ആണ്, നമ്മൾ സ്മാർട്ട് ഫോണൊന്നുമല്ല, അല്ലാത്ത മൊബൈലിൻ്റെ ഒരു ചാർജറാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഒരു വയർ ടൈ ഇട്ട് കെട്ടി വയ്ക്കുകയുള്ളൂ. എന്നിട്ട് ഇത് കുത്തിയിരുന്നാൽ മതി. അപ്പം ഇതെന്ന് വെച്ചാൽ ഇപ്പം എവിടെയെങ്കിലും ഫയർ സെൻസ് ചെയ്യാൻ ഉള്ളതാണെങ്കിൽ ഇതിനെ എടുത്ത് അതിൻ്റെ പ്ലഗ് പോയിന്റ് കൊണ്ടങ്ങ് കുത്തി വെച്ചാൽ മതി, പ്രശ്നം തീരും. അപ്പോൾ അങ്ങനത്തെ വളരെ ചീപ്പായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയ ഉപയോഗിച്ച് ഇത് വേറെ രീതിയിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ചാനൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കുറേ കാര്യങ്ങൾ എൻ്റെ പൈപ്പ് ലൈനിൽ കിടപ്പുണ്ട്, ഞാനതെല്ലാം ചെയ്തു തരാം, ഉണ്ടാക്കി തരാം. കാരണം വെച്ചാൽ സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, അത് വളരെ കുറവാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ സാധനത്തിനും ഡിലേ വരുന്നത്. ഇനി നമുക്കിതിനെ കാലിബ്രേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഏത് റൂമിലാണോ കൊണ്ടുവയ്ക്കാൻ പോകുന്നത് അവിടെ കണക്ട് ചെയ്തിട്ട് അവിടുത്തെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഫുൾ സെൻസിറ്റിവിറ്റിയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഏത് പ്രീസെറ്റിനെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലൈറ്റ് അങ്ങ് ഇടണം. ലൈറ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡിജിറ്റൽ ഔട്ട് കത്തും. ഡിജിറ്റൽ ഔട്ട് കത്തുന്നതിന് കാരണം എന്താ, ആ ലൈറ്റ് റൈസിലുള്ള ഹീറ്റ് വേവ്സ് വെച്ചിട്ടാണ് അവൻ കത്തുന്നത്. എന്നിട്ട് നമ്മൾ ഈ പ്രീസെറ്റ് ജസ്റ്റ് ചെയ്ത് ആ ലൈറ്റ് അണയുന്ന ഒരു പൊസിഷനിൽ അവിടെ കൊണ്ടുവയ്ക്കും. അതാണ് അതിൻ്റെ ഫുൾ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി നമുക്കിതിനൊന്ന് ടെസ്റ്റ് ചെയ്യാം. വീഡിയോയും സർക്യൂട്ടും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുത്തേക്കും, അവരും കൂടെ ഉണ്ടാക്കട്ടെ ഈ സാധനങ്ങളൊക്കെ. വീഡിയോ കൊള്ളാമല്ലോ അല്ലേ? ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.